എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കട്ട്ലേറ്റ് ഈസി ആയിട്ടും വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അതും ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോകാതെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ പുറംഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ. നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ശരിക്കും വെള്ളമൊക്കെ പോയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഒരുപാട് നെയ്യുള്ള ബീഫ് എടുക്കരുത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ച് നല്ലോണം തന്നെ ഒന്നുങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലാണ് കേൾപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ബീഫിന് ഓരോരോ വേവായിരിക്കും. അതനുസരിച്ചിട്ട് വേണം ഒന്ന് വേവിക്കാനായിട്ട്. അതിനുശേഷം വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് ശരിക്കും ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാവേ. അങ്ങനെ ഒരു 3 വിസിലൊക്കെ കേട്ട് നമ്മുടെ വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി ശരിക്കും ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് തണുത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒരു മിക്സറുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരലാണ്. ഇപ്പോൾ ഒറ്റത്തവണയായിട്ട് കറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ആയിട്ട് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഞാനിവിടെ ഏതായാലും ഒറ്റത്തവണയായിട്ടാണ് ചെയ്യുന്നത്. കണ്ടതാ ഇതേപോലെ ഒരുപാട് പേസ്റ്റൊന്നും അല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് പൊടിഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും മതി. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ ബീഫിൻ്റെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ശരിക്കും ഒന്നുങ്ങ് ഉടച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ഉടച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളേത് നമുക്ക് നേരെ കട്ട്ലേറ്റ് അങ്ങ് റെഡിയാക്കാം. അതിനായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എപ്പോഴും സൺഫ്ലവർ ഓയിലാട്ടോ എടുക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഏത് സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും. ഇനിയിപ്പോൾ ചൂടായ ഓയിലിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുടം വെളുത്തുള്ളിയും പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും അതേപോലെ തന്നെ ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെയൊക്കെ എടുക്കാം. ഇതേപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പച്ചമണം പതുക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നല്ല എരിവുള്ള 2 പച്ചമുളകും അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ശരിക്കും ഒന്നുങ്ങ് മുരിഞ്ഞ് വരണം. കണ്ടതാ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി പതുക്കെ ഒന്നുങ്ങ് മുരിഞ്ഞും കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഈ സമയത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഇതിനകത്തേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള പൊടികളൊക്കെയും ചേർക്കാനായിട്ട്. ആദ്യമേ തന്നെ ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന കാര്യം വിട്ടുപോകരുത്. ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പൊടികൾ ചേർത്താൽ മതി. അപ്പോഴാണ് കട്ട്ലേറ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പൊടികളായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇനി വേണ്ടത് ഗരം മസാലയാണ്. അതും 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഇതേപോലെ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റെങ്കിലും ഇതേപോലെ ശരിക്കും ഒന്നുങ്ങ് മിക്സാക്കി എടുക്കണം കേട്ടോ. കണ്ടത് പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ നമ്മുടെ ബീഫുമായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങി യോജിപ്പിച്ചെടുക്കാം. ഗ്യാസ് ഈ സമയം ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ ഇതേപോലെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ബീഫും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ല കുരുമുളക് പൊടിയുടെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തണുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ തണുക്കൊന്നും വേണ്ട, ഒരു ചെറു ചൂട് അത് മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അതേ ചീഞ്ചട്ടിയിൽ തന്നെ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ റസ്ക് ആണെന്നുണ്ടെങ്കിലും പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നിങ്ങ് ഷേപ്പാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ ഓയിലിട്ട് കഴിയുമ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല കറക്റ്റായിട്ട് നല്ല ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ മിക്സിയിൽ നിന്ന് ഇതേപോലെ കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാൻ ദാ ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ അങ്ങ് ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ മിക്സും നമുക്ക് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ ദാ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 19 കട്ട്ലേറ്റ് നമ്മളിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ബീഫിൽ നിന്നും അതേപോലെ തന്നെ മീഡിയം വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങിൽ നിന്നുമാണ് ഇത്രയത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ 2 മുട്ടയുടെ വെള്ളയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ വേണ്ട കേട്ടോ, വെള്ളം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ദാ ഇതേപോലെ കട്ട്ലേറ്റ് ഓരോന്നെടുത്ത് നമ്മുടെ മുട്ടയുടെ വെള്ളയിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം വരെയൊക്കെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാ കട്ട്ലേറ്റും നമുക്കൊന്നങ്ങ് കോട്ട് ചെയ്തെടുക്കാം. ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിലൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ സൂക്ഷിക്കാനായിട്ട്. അങ്ങനെ കട്ട്ലേറ്റ് മുഴുവൻ നമ്മളൊന്ന് കോട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പൊട്ടും തന്നെ സമയങ്ങളിൽ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം എപ്പോഴും കട്ട്ലേറ്റ് നല്ല ഏത് സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശം ശരിക്കും ഒന്നങ്ങ് മൊരിഞ്ഞ് കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഗ്യാസ് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് മൊരിയുകയും ചെയ്യും. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ടൊന്ന് യോജിച്ച് വരികയില്ല കേട്ടോ. ദാ ഇതേപോലെ ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോരാതെ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലേറ്റ് നിറയെ തന്നെ കട്ട്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 19-20 എണ്ണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, 1/2 കിലോ ബീഫിൽ നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കട്ട്ലേറ്റിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നെങ്കിൽ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ചൂട് ചായയുടെയും സോസിൻ്റെയൊക്കെ കൂടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം. നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.